ത്രിയേക ദൈവത്തിന് സ്തുതി. വചന വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ചിന്താവിഷയം മാമോദീസായിലൂടെ ക്രിസ്തുവിലെ സ്വത്വബോധം എന്നതാണ്. ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ് മാർക്ഡ് ബൈ ബാപ്റ്റിസം. സ്വത്വം അഥവാ ഐഡൻറ്റിറ്റി എന്നത് ഒരു വ്യക്തി ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യവും ലക്ഷ്യവും എന്താണ് എന്നീ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരമാണ്. അത് ഒരു വ്യക്തിയുടെ അസ്തിത്വത്തെയും ബീയിങ്, ബന്ധത്തെയും ബിലോങ്ങിങ്, ദൗത്യത്തെയും പർപ്പസ് നിർവചിക്കുന്ന അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമാണ്. 21-ാം നൂറ്റാണ്ട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സ്വത്വ പ്രതിസന്ധിയാണ് എന്ന് പറയും. ഐഡൻറ്റിറ്റി ക്രൈസിസ്. സാമൂഹ്യ ശാസ്ത്രജ്ഞനായ എറിക്സൺ പറയുന്നത് പോലെ മനുഷ്യൻ്റെ പ്രധാന മാനസിക സംഘർഷം ഹു ആം ഐ എന്ന ചോദ്യമാണ്. വിസ്മയങ്ങളുടെ സുവിശേഷം, അടയാളങ്ങളുടെയും പ്രതീക്ഷകളുടെയും സുവിശേഷം എന്നൊക്കെ അറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു പ്രത്യേകത ദീർഘമായ സംഭാഷണങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ് നിക്കോദിമോസുമായുള്ള സംഭാഷണം. പരീശന്മാരുടെ പ്രമാണിയും സന്നിധിയും സംഘാംഗവുമായ നിക്കോദിമോസ് സമാനമായ ഒരു സ്വത്വ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യവുമായി യേശുവിൻ്റെ മുമ്പിൽ ഇരവിൻ്റെ മറ പിടിച്ച് എത്തുകയാണ്. ലോകം നമ്മുടെ സ്വത്വത്തെ നിർണയിക്കുന്നത് നമ്മുടെ ജനനം, നമ്മുടെ കുടുംബം, സമ്പത്ത്, നേട്ടങ്ങൾ എന്നിവ കൊണ്ടാണ്. എന്നാൽ യേശു നിക്കോദിമോസിനോട് പറയുന്നത് ക്രിസ്തീയ സ്വത്വം വീണ്ടും ജനനത്തിൽ നിന്നാണ് എന്നാണ്. ആയതിനാൽ മാമോദീസ ക്രിസ്തീയ വിശ്വാസത്തിലെ ഒരു പ്രവേശന കൂദാശ എന്നതിനപ്പുറം ക്രിസ്തുവിൽ ദൈവം നൽകുന്ന പുതിയ സ്വത്വത്തിൻ്റെ സാക്രമെൻ്റൽ പ്രഖ്യാപനമാണ് എന്ന് നാം ചിന്തിക്കുക. ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വത്വത്തെ പറ്റിയുള്ള വിവിധ ചിന്തകൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്താനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് മാമോദീസ ക്രിസ്തുവിലുള്ള പുതിയ സ്വത്വം നമുക്ക് നൽകുന്നതാണ്. എ ന്യൂ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്. വിശ്വാസിയുടെ യഥാർത്ഥ സ്വത്വം യേശു നൽകുന്നതാണ്. അവർ ഐഡൻറ്റിറ്റി ഈസ് നോട്ട് അച്ചീവ്ഡ് ബട്ട് ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ക്രൈസ്റ്റ്. ടിം കെല്ലർ ഇപ്രകാരം പറയുന്നുണ്ട്: Your identity is not built on your performance, but on God's grace. ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ഈ പുതിയ സ്വത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത്. യേശു നിക്കോദിമോസിനോട് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്നാണ്. വെള്ളം ശുദ്ധീകരണത്തിൻ്റെ പ്രതീകവും ആത്മാവ് പുതിയ സൃഷ്ടിയുടെ ശക്തിയുമാണ്. വീണ്ടും ജനിക്കണം എന്നതിനോട് നിക്കോദിമോസ് ചോദിക്കുന്നത് ഞാൻ അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കണമോ എന്നാണ്. എന്നാൽ ഇവിടെ നൽകുന്ന യഥാർത്ഥമായ ആശയം ഉയരത്തിൽ നിന്നുള്ള ജനനം എന്നതാണ്. ഫ്രം എബോവ്. വീണ്ടും ജനനം ദൈവം നൽകുന്നതാണ്. അത് ദൈവത്തിൻ്റെ കൃപയിൽ അടിസ്ഥാനപ്പെട്ടതാണ്. നാം കൂദാശയെ നിർവചിക്കുന്നത് ഇപ്രകാരമാണല്ലോ: അദൃശ്യമായി നാം അനുഭവിക്കുന്ന ദൈവകൃപയുടെ ബാഹ്യവും ദൃശ്യവുമായ അടയാളം എന്നതാണ്. കൂദാശകൾ കൃപ മുഖാന്തരങ്ങളാണ് എന്നാണ്. അനാഥശാലയിൽ നിന്ന് ദത്തെടുക്കപ്പെട്ടതായിട്ടുള്ള കുട്ടി രാത്രിയിൽ ഏറെ വൈകിട്ടും ഉറങ്ങാതിരിക്കുമ്പോൾ ആ ഭവനത്തിലെ പ്രിയ മാതാവ് ആ കുഞ്ഞിനെ സമീപിച്ചിട്ട് ചോദിക്കുകയാണ്: കുഞ്ഞ്, എന്താണ് നീ ഉറങ്ങാത്തത്? അപ്പോൾ ആ കുഞ്ഞ് ആ അമ്മയോട് പറയുന്നു: നാളെ ഞാൻ മടങ്ങി അനാഥാലയത്തിൽ പോകേണ്ടി വരുമോ എന്ന ആശങ്കയാണ് എനിക്കുള്ളത്. എന്നാൽ അമ്മ ആ കുഞ്ഞിനോട് പറയാണ്: നിന്നെ അനാഥയാക്കി വിടുവാനായിട്ടല്ല, മറിച്ച് നിന്നെ മകനാക്കി എല്ലാ നാളും ഞങ്ങളോടുകൂടെ പാർക്കേണ്ടതിനാണ് ദത്തെടുത്തിരിക്കുന്നത് എന്ന് പറയുകയാണ്. ആ കുഞ്ഞിൻ്റെ സ്വത്വം അവിടെ മാറുകയാണ്. ഹെൻറി ന്യൂമൻ പ്രകാരം പറയുന്നുണ്ട്: ദ ഗ്രേറ്റ് സ്പിരിച്വൽ ബാറ്റിൽ ഈസ് ക്ലെയിമിംഗ് ദ ട്രൂത്ത് ദാറ്റ് ഐ ആം ദ ബിലവഡ് ഓഫ് ഗോഡ്. നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്ന് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീക പോരാട്ടം എന്നതാണ്. ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സന്റെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. ദി അഗ്ലി ഡക്ലിംഗ് എന്നാണ് ആ കഥയുടെ പേര്.
ഒരു അരയന്നത്തിൻ്റെ കുഞ്ഞ് താറാവിൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം വളരുന്നതിൻ്റെ ഒരു ചിത്രമാണ് അവിടെ പറയുക. ആളുകളുടെയൊക്കെ പരിഹാസ വിഷയമായി തീരുവാൻ താറാവ് കുഞ്ഞുങ്ങളോടൊപ്പം നടന്ന് ഈ അരയന്ന കുഞ്ഞിന് ഇടയായിട്ടുണ്ട്. എന്നാൽ ഒരു ദിനം അരയന്നം വെള്ളത്തിൽ തൻ്റെ പ്രതിഫലനം കാണുമ്പോഴാണ് താനൊരു താറാവല്ല എന്ന് മനസ്സിലാക്കുവാൻ അതിന് കഴിയുന്നത്. നാം പലപ്പോഴും ലോകമൊരുക്കുന്ന സ്വത്വത്തിൽ ഉൾച്ചേർന്ന് പോകുന്ന ആളുകളാണ്. എന്നാൽ മാമോദീസ നമ്മളോട് പറയുന്നു, കൃപയാൽ നാം ദൈവത്തിൻ്റെ പൈതലായി മാറുന്നു എന്നതാണ്. നാം ബാഹ്യമായി ശുദ്ധീകരിക്കപ്പെടുന്നു എന്നത് മാത്രമല്ല, മാമോദീസ ക്രിസ്തുവിലുള്ള ഒരു പുതിയ സ്വഭാവത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമതായിട്ട് വേദഭാഗം പറയുന്നത് മാമോദീസായിലൂടെ ക്രിസ്തു സ്വഭാവത്തിലേക്ക് നാം പറിച്ചു നടപ്പെടുന്നു എന്നതാണ്. മാമോദീസ അസ്തിത്വത്തിൻ്റെ പരിവർത്തനമാണ്. സെന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു, ഗോഡ് ഡസ് നോട്ട് മിയർലി റിപ്പയർ ദ സിന്നർ, ഹി റീക്രിയേറ്റ്സ് ഹിം. നാം പുതിയ ആളുകളായി മാറണം എന്നതാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ ഒക്കെ പുതുതായി തീരുവാനായിട്ട് കഴിയണം. പലപ്പോഴും പഴയ മനുഷ്യരിലെ തിന്മകൾ നമ്മിലേക്ക് കടന്നുകൂടുവാൻ സാധ്യമായി തീരാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അപ്രകാരമല്ല, നാം തികച്ചും നവീനമായ മനുഷ്യരായി മാറുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിതയുടെ വരികളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, പൊടിയാണ് എവിടെയും, വിഗ്രഹങ്ങളിൽ, വിളക്കുകളിൽ, പതാകകളിൽ, തിരശീലകളിൽ, ഛായാചിത്രങ്ങളിൽ, പുസ്തകങ്ങളിൽ, വിചാരങ്ങളിൽ, വികാരങ്ങളിൽ എവിടെയും പൊടിയാണ്. ലോകത്തിൻ്റെ കളങ്കങ്ങൾ പേറി ജീവിക്കുന്ന ആളുകളല്ല മാമോദീസ സ്വീകരിക്കപ്പെട്ടതാകുന്ന ഒരു വ്യക്തിയുടെ സ്വത്വത്തിൽ ഉണ്ടാകേണ്ടത്. മറിച്ച് ഒരു പുതുജീവന്റെ തുടക്കമാണ് മാമോദീസായിലൂടെ ലഭിക്കുക. ഒരിക്കലും അത് പുതുജീവന്റെ പൂർണ്ണത എന്ന് നമുക്ക് അവകാശപ്പെടാനായിട്ട് കഴിയില്ല. മാമോദീസായിലൂടെ ലഭിക്കുന്ന കൃപ പ്രതിദിന വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ വിളിക്കുന്നതാണ്. അതുകൊണ്ട് മാമോദീസ ഒരു ദിവസത്തെ അനുഭവമല്ല, ഓരോ ദിവസവും ജീവിക്കേണ്ട യാഥാർത്ഥ്യമാണ് എന്ന് നാം ഉൾക്കൊള്ളണം. ഗ്രിഗറി ഓഫ് നാസിയാനസ് അദ്ദേഹം പ്രകാരം പറയുന്നുണ്ട്, ബാപ്റ്റിസം ഈസ് ദ ബിഗിനിങ് ഓഫ് ലൈഫ് ദാറ്റ് മസ്റ്റ് കണ്ടിന്യൂവലി ഗ്രോ ഇൻ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് വളരപ്പെടുന്ന നിരന്തരമായ ഒരു പ്രക്രിയയുടെ ആരംഭമായി മാമോദീസയെ കാണണം എന്നതാണ്. റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം പറയുന്നത് പോലെ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന്, അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനുള്ള വളർച്ചയാണ് നമ്മൾ ഉണ്ടാകുവാനിടയാകുക. മാമോദീസ സ്വീകരിച്ചവരായ നാം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുന്നവരാണോ നാം? ക്ഷമിക്കുന്നവരാണോ? ക്രിസ്തുവിനെ പോലെ സേവനം ചെയ്യുന്നവരാണോ? ക്രിസ്തുവിനെ പോലെ വിശുദ്ധിയിൽ വളരുന്നുണ്ടോ? എന്നിവയൊക്കെ പര്യാലോചന ചെയ്യുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയിൽ പറയുന്നത് പോലെ, പാതി തിരിഞ്ഞാൽ പോരല്ലോ, പാതിയിൽ നിന്നും തിരിയണം, പോരാ പോരാ പാതിരിയാവാൻ തിരിയായി തെളിയണം എല്ലാവർക്കും. ഗാന്ധിജി റോസാപ്പൂവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നു, ഒരു പുഷ്പവും തൻ്റെ നന്മകളെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതാറില്ല, പ്രഭാഷണം നടത്താറില്ല. തൻ്റെ വർണ്ണത്താലും സുഗന്ധത്താലും അത് അതിൽ തന്നെ സുവിശേഷം എത്തിക്കുന്നു എന്നതാണ്. നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടും നമ്മുടെ ഇടപെടലുകൾ കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും നാം ഒരു ക്രിസ്തു സ്വഭാവത്തിൻ്റെ ആളുകളാണെന്ന് മാമോദീസായുടെ പങ്കാളികളാകാൻ നമുക്ക് അവതരിപ്പിക്കുവാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. മൂന്നാമത് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത് മാമോദീസ നൽകുന്ന ഒരു സഭാ സമൂഹത്തിലെ സ്വത്വത്തെക്കുറിച്ചാണ്. ആൻ എക്ലീസിയൽ ഐഡന്റിറ്റി. മാമോദീസയാൽ ഒന്ന്, നാം ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കുചേരുന്നു. 2, ക്രിസ്തുവിൻ്റെ ഉയർപ്പിനോട് പങ്കുചേരുന്നു. 3, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമാകുന്നു. ക്രിസ്തുവിൻ്റെ അജഗണമായ സഭയിലേക്കുള്ള പ്രവേശനമാണ് മാമോദീസ നമുക്ക് നൽകുക. ഒരു കനൽ കഷ്ണം അടുപ്പിൽ നിന്നെടുത്ത് ഒറ്റയ്ക്ക് വെച്ചാൽ അത് വേഗം തണുക്കുകയും അതൊരു കരിക്കട്ടയായി മാറുകയും ചെയ്യും. പക്ഷേ മറ്റ് കനലുകളോടൊപ്പമുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് നിലനിൽക്കുവാൻ ഇടയാകും എന്നത് നാം ഓർക്കണം. അതുകൊണ്ട് കൂട്ടായ്മയിലാണ്, സഭാഗാത്രത്വമായി ചേർന്ന് നിൽക്കുമ്പോഴാണ്
നമുക്ക് ജ്വലിച്ച് പ്രകാശിക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുവാനായിട്ട് സാധിക്കുക. എൻ്റെ റൈറ്റ് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: ദ ചർച്ച് ഈസ് ദ ഫാമിലി ഇൻ വിച്ച് ദി ഐഡൻറ്റിറ്റി ഓഫ് ഗോഡ്സ് പീപ്പിൾ ഈസ് ഫോംഡ്. ദൈവജനത്തിൻ്റെ സ്വത്വം രൂപീകൃതമാകുന്ന കുടുംബം എന്നത് സഭയാണ് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുക. ക്രിസ്തീയ സ്വത്വത്തിൻ്റെ കേന്ദ്രം നാം ആര് എന്നതാണ്. അതുമാത്രമല്ല, നാം ആരുടേത് എന്നതും കൂടിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ഹെൻറി ന്യൂമൻ ഇപ്രകാരം പറയുന്നു: ദ ഗ്രേറ്റസ്റ്റ് ട്രാപ്പ് ഇൻ ലൈഫ് ഈസ് നോട്ട് സക്സസ് ഓർ ഫെയിലിയർ ബട്ട് ഫോർഗെറ്റിംഗ് ഹൂസ് വി ആർ. നാം ആരുടേതാണ് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതാണ് ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ കെണി എന്നതാണ്. മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി സഭയുടെ ആരാധനാ ജീവിതത്തിലേക്കും സാക്ഷ്യ ജീവിതത്തിലേക്കും ദൗത്യത്തിലേക്കും വിളിക്കപ്പെടുന്നു എന്നത് നാം വിസ്മരിക്കരുത്. ഡിട്രിച്ച് ബോൺഹോഫർ ഇപ്രകാരമാണ് പറയുക: ദ ചർച്ച് ഈസ് ദ ചർച്ച് ഓൺലി വെൻ ഇറ്റ് എക്സിസ്റ്റ് ഫോർ അതേഴ്സ്. അപരന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സഭയ്ക്ക് മാത്രമേ ഒരു സഭയായി നിലകൊള്ളുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൗത്യം എന്നത് സഭയുടെ ഒരു പ്രകൃതമായി, അതിൻ്റെ ഒരു പ്രവൃത്തി മാത്രമല്ല, അതിൻ്റെ ഒരു പ്രകൃതമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. നാലാമത് നമ്മൾ കാണുന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സ്വത്വത്തെക്കുറിച്ചാണ്. എ സ്പിരിറ്റ് ലെഡ് ഐഡൻറ്റിറ്റി. ആത്മാവിൽ ജനിച്ചവൻ ആത്മാവിനനുസരിച്ച് നടക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ജോൺ സ്റ്റോട്ട് ഇപ്രകാരം പറയുന്നു: ദ ന്യൂ ബർത്ത് ഈസ് നോട്ട് മിയർലി ദ ബിഗിനിങ് ഓഫ് എ ന്യൂ എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ലൈഫ്. ഒരു പുതു ജീവന്റെ ആരംഭമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യേശു നിക്കോദിമോസിനോട് പറയുന്നു: കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു. ആത്മാവിൻ്റെ പ്രതീകമാണ് കാറ്റ് എന്ന് നാം കാണുന്നു. ആത്മാവിൻ്റെ പ്രവർത്തനം കാറ്റുപോലെയാണ്, കാണാനാവില്ല, എന്നാൽ അതിൻ്റെ ഫലം കാണാനായിട്ട് കഴിയും. ആത്മാവിനെ കാണാൻ കഴിയുകയില്ല, ആത്മാവിനാൽ മാറിയ ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹഡ്സൺ ടെയ്ലർ ഇപ്രകാരമാണ് പറയുക: പീപ്പിൾ ഡു നോട്ട് ഫസ്റ്റ് റീഡ് ദ ബൈബിൾ, ദേ റീഡ് അവർ ലൈഫ്സ്. ജനം ആദ്യം വായിക്കുന്നത് വേദപുസ്തകമല്ല, മറിച്ച് നമ്മുടെ ജീവിതങ്ങളെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മരത്തിൽ ഒരു ആപ്പിൾ കെട്ടിവെച്ചാൽ അതൊരിക്കലും ഒരു ആപ്പിൾ മരമാകില്ല. ആപ്പിൾ ഒരു യഥാർത്ഥ മരമാകുമ്പോൾ സ്വാഭാവികമായും അതിൽ ആപ്പിൾ കായ്ക്കുവാനിടയാകും. ഫലം ഒരിക്കലും സ്വത്വത്തെ സൃഷ്ടിക്കുന്നില്ല, സ്വത്വമാണ് ഫലത്തെ സൃഷ്ടിക്കുന്നത്. ആത്മാവ് നമ്മെ ദൗത്യത്തിനായി സജ്ജമാക്കും എന്ന് ഓർക്കുക. ലെസ്ലി ന്യൂബിഗിൻ പ്രകാരം പറയുന്നു: ദ ചർച്ച് ഈസ് നോട്ട് മെന്റ് ടു കോൾ men and women out of the world into a safe religious enclave, but to send them back into the world as witnesses. ലോകത്തിൽ സാക്ഷികളായി അയക്കപ്പെടുന്നതിനാണ് സഭയിലൂടെ ദൈവം നമ്മെ വിളിക്കുന്നത് എന്നതാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ നമുക്കറിയാം. സമ്പന്നമായ ജീവിതം ഉപേക്ഷിച്ച് രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് പോയപ്പോൾ അവളോട് ചോദിച്ചു: എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ജീവിക്കുക? അവൾ പറഞ്ഞു: ഗോഡ് കോൾഡ് മീ. സ്വത്വം ദൗത്യത്തെ നിർണയിക്കുവാനായിട്ടിടയായി എന്നതാണ് കാണുക. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതെങ്കിൽ അത് വെറുതെയല്ല, അതിനോടനുബന്ധമായി ഒരു ദൗത്യം കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓർക്കുക. മാമോദീസ ആത്മാവിൻ്റെ ശക്തിയിൽ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാനുള്ള ഉത്തരവാദിത്വമാണ്. ഇത് ഉൾക്കൊള്ളുവാനും അതിൽ ഉൾച്ചേരുവാനും നമുക്ക് കഴിയേണ്ടത് അനിവാര്യമാണ്. അവസാനമായി വേദഭാഗം പറയുകയാണ്: മാമോദീസ ക്രിസ്തുവിൽ നിത്യ പ്രത്യാശയ്ക്കുള്ള സ്വത്വമാണ് നൽകുന്നത് എന്നാണ്. ആൻ എസ്കറ്റോളജിക്കൽ ഐഡന്റിറ്റി, ലിവിങ് ടുഡേ ഇൻ ദ ഹോപ്പ് ഓഫ് ദ കിങ്ഡം. ദൈവരാജ്യത്തിൻ്റെ പ്രത്യാശയോടെയുള്ള വർത്തമാനകാല ജീവിതം. മാമോദീസ ഭൂതകാലത്തിലെ പാപക്ഷമയുടെ ഓർമ്മ മാത്രമല്ല, ഭാവിയിലെ ദൈവരാജ്യത്തിൻ്റെ പ്രത്യാശയിൽ ജീവിക്കുവാനുള്ള ദൈവ വിളിയാണ്. ഒരു കപ്പൽ തുറമുഖത്ത് നിൽക്കുമ്പോൾ സുരക്ഷിതമാണ്, എന്നാൽ കപ്പൽ തുറമുഖത്ത് നിൽക്കാനല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് ഒരു ലക്ഷ്യമുണ്ട്, അതിന് ഒരു യാത്രയുണ്ട്. മാമോദീസ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ഈ യാത്രയുടെ ആരംഭമാണ്. ഐഡന്റിറ്റി ആസ് എ ലൈഫ് ലോങ് ഫോർമേഷൻ. മാമോദീസ ഭാവിയിലെ ദൈവരാജ്യത്തിൻ്റെ ജീവിതം ഇപ്പോൾ ആരംഭിക്കുന്ന പ്രഖ്യാപനമാണ്. നാം ഈ ലോകത്തിൽ വരുവാനുള്ള രാജ്യത്തിൻ്റെ മൂല്യങ്ങളോടെ ജീവിക്കുവാനായിട്ടിടയാകുന്നു.
മാമോദീസ വിശ്വസ്തയോടെ അവസാനം വരെ നടക്കുവാനുള്ള വിളിയാണ്. യുജിൻ പീറ്റേഴ്സൺ പറയുന്നത് പോലെ എ ലോങ് ഒബീഡിയൻസ് ഇൻ ദ സെയിം ഡിറക്ഷൻ. ഒരേ ദിശയിലൂടെയുള്ള ദീർഘമായ അനുസരണമാണ് ക്രിസ്തീയ ജീവിതം എന്നതാണ്. ബീയിങ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ആയിരിക്കുക. ബിലോങ്ങിങ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റേത് ആയിരിക്കുക. ബികമിങ് ലൈക്ക് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തു അനുകാരികളായി, ക്രിസ്തു സമാനരായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുക. മർത്യൻ എന്നാൽ മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. നിത്യം കടലെടുത്തിടുന്ന ജന്മത്തിൻ്റെ തുഞ്ചത്തിരുന്നു ഞാൻ എന്ന് കവി പാടാറുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതം അങ്ങനെയല്ല. ജീവനിലേക്ക്, സമൃദ്ധിയുടെ ജീവനിലേക്ക്, പൂർണ്ണമായ ജീവനിലേക്കുള്ള സഞ്ചാരമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് മാമോദീസായിലൂടെ ഒരുക്കപ്പെടുന്ന ഈ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന്, ക്രിസ്തുവിലൂടെ രൂപാന്തരപ്പെട്ട്, ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗമായി ഈ സഭയുടെ ദൗത്യത്തിൽ ഉൾച്ചേർന്ന് നിത്യതയോളം സഞ്ചരിക്കാൻ, ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.